ഹായ് ഹലോ. അപ്പോൾ ഇന്ന് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ എണീക്കാൻ തന്നെ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായയും പിന്നെ മുട്ടയിലിട്ടിട്ട് കായ് വാട്ടിയതുണ്ടായിനി, അതും കൂടി കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറി. ഇനി നമുക്ക് അടുക്കള കയറിയിട്ട് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. അതൊന്ന് അടച്ച് വെക്കുക. അത് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനിവിടെ മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്കൊന്ന് ഓഫാക്കി എടുക്കാം. ഇനി ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തേര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് പുളിയുള്ള തേയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു പാക്കറ്റ് മുഴുവനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേരിൽ നന്നായിട്ട് ഉപ്പിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന മോര് കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ചോറിന് വെച്ച വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. റേഷൻ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ളത് ക്യാരറ്റ് എടുക്കുക. ഞാനിന്ന് ക്യാരറ്റ് തോരനാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ഉള്ളിയും പിന്നെ പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരഞ്ഞെടുക്കുക. ഇനി പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അരഞ്ഞ് വെച്ച ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കഴുകാനുള്ള പാത്രത്തിൽ പെട്ടെന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ഇതാ എല്ലാ പാത്രത്തിൽ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ക്യാരറ്റെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ തേങ്ങയാണ് കേട്ടോ. ഇത് തേങ്ങ ഒരു 2 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തോരനിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ചോറും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊന്ന് ഊറ്റി മാറ്റി വെക്കാം. അങ്ങനെ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഇനി ഒന്ന് ചൂടലും മാറിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ ചോറിൽ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചോറും പിന്നെ മോര് കറിയും ക്യാരറ്റ് തോരനും പിന്നെ ബീട്രൂട്ട് നല്ല അച്ചാറും കൂടി ഉണ്ടായിന്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മുട്ട വറവ് പോലെ ആക്കിയിട്ടുണ്ടായിന്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മിസ്സായിപ്പോയി. അപ്പം പിന്നെ ചോറിലും കഴിച്ചതിന് ശേഷം മധുരം കഴിക്കാൻ വേണ്ടി നല്ല ക്രേവിങ്സ് തോന്നി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല ഹൽവ ഉണ്ടായിന്. ബ്ലാക്ക് ഹൽവയും ഉണ്ടായിന്, റെഡും ഉണ്ടായിന്, പിന്നെ നല്ല ഗ്രീൻ ഹൽവയും കൂടി ഉണ്ടായിന്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എപ്പം ബ്ലാക്ക് ഹൽവയാണ്. അപ്പോൾ ഈ ഹൽവയെല്ലാം കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.